ഹായ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണൻ കൺമണിയും ഒരുമിച്ച് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് കൃഷ് വണ്ടി നിർത്തുന്നുണ്ട്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ കൺമണിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൃഷിന്റെ അടുത്തേക്ക് ചെല്ലും. കൃഷ് ഉടനെ കൺമണിയോട് ചോദിക്കും, അല്ല കൺമണി, നമ്മളിത് എങ്ങോട്ടാ പോകുന്നതെന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ദേവസാർ നമ്മളോട് എങ്ങോട്ടോ പോവാൻ പറഞ്ഞു. അത് കേട്ട് ഞാൻ ഇറങ്ങി. അല്ലാതെ എവിടേക്കാണ്, എന്തിനാണ്, അതൊന്നും എനിക്കറിയില്ല. നീയാണെങ്കിൽ എന്നോടൊന്നും വ്യക്തമായിട്ട് പറയുന്നുമില്ല. കൺമണിയാണെങ്കിലും പറയുന്നുണ്ട്, സത്യമായിട്ട് സാറിന് അറിയാവുന്ന പോലെ എനിക്കും അറിയുള്ളൂ. സാറ് വീട്ടിൽ പോയ സമയത്ത് ദേവസാറിന് ആരുടെയോ കോള് വന്നിട്ടുണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നതും കേട്ടു. എന്നിട്ട് ദേവസാർ എന്നോട് പറഞ്ഞു, അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഇനി നിങ്ങൾ പൊന്നുമേട്ടിലായിരിക്കുമെന്ന്. അവിടെ ഒരു വീട്ടിൽ ചെന്നാൽ മതി, കാര്യങ്ങളൊക്കെ അവിടെ പറയാമെന്നാണ് എന്നോട് പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞപ്പോൾ മധു എന്ന് പറയുന്ന ഒരാൾ എനിക്ക് ലൊക്കേഷൻ മാപ്പ് അയച്ചു തരികയും ചെയ്തു. ഇത്രയോ എനിക്ക് അറിയാവുന്ന കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട്. അതേസമയം കൃഷ്ണനാണെങ്കിലും തോന്നുന്നുണ്ട്, എന്തെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ള ഉദ്ദേശമില്ലാതെ ദേവസാർ നമ്മളെ അങ്ങോട്ട് പറഞ്ഞയക്കില്ല. ഇത് ദേവസാറെ നമുക്ക് വേണ്ടി ഒരുക്കിയ ഹണിമൂൺ ട്രിപ്പ് ആണെന്നും എന്റെ കൺമണി അച്ഛൻ ജർമ്മനിയിൽ നിന്ന് വന്നല്ലോ. വീട്ടിൽ ഞാനും അച്ഛനും തമ്മിൽ ഓരോ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് ദേവസാറിന് മനസ്സിലായി. ചിലപ്പോൾ വീട്ടുകാരെ എന്റെയും മാനസയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിയാലോ എന്ന് ദേവസാറിന് തോന്നിക്കാണണം. ആ വിവാഹം നടക്കാതിരിക്കാൻ ദേവജി കണ്ടുപിടിച്ച പ്ലാൻ ആയിരിക്കും ഇത്. പിന്നെ പൊന്മേടെന്ന് പറയുന്നതേ ഒരു ശാന്തമായ ഒരല്പം പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലമൊക്കെ അല്ലേ. അവിടേക്ക് നമ്മളെ പറഞ്ഞയക്കുന്നത് ഈ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാ കൺമണി, ഒന്നിച്ച് ജീവിതം തുടങ്ങാൻ. കൃഷി ഇതിങ്ങനെ ഉറപ്പിക്കുമ്പോൾ കൺമണിക്ക് അത്ര തോന്നുന്നില്ല. ഓ പിന്നെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ കൃഷി വീണ്ടും, അതേ കൺമണി, ഒരു റിസോർട്ടില് നമ്മൾ ഒരുമിച്ച് നമ്മൾ സുന്ദരമായ ഒരു ജീവിതം ആരംഭിക്കുന്നു. ഇനി നിയന്ത്രണങ്ങളൊന്നുമില്ല. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എനിക്ക് നിന്നെ കാണണമെങ്കിൽ ദേവസാറിന്റെ അനുമതി വേണമായിരുന്നു. പക്ഷെ ഇനി നമ്മൾ തമ്മിൽ വിലക്കുകളൊന്നുമില്ല. ഇനി നമ്മുടെ അടുത്ത് ദേവസാറും ഇല്ല, വീട്ടുകാരും ഇല്ല, നമ്മൾ മാത്രം എന്നൊക്കെ പറഞ്ഞ് കൺമണിയെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങുകയാണ് കൃഷ്. ഇതേ സമയത്താണ് കൃഷിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. സുജാതയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന കൃഷ് കോൾ അറ്റൻഡ് ചെയ്യാൻ മടി പിടിക്കുന്ന കാണുമ്പോൾ കൺമണി കൃഷ്ണനോട് കോൾ എടുക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ കൃഷ് പറയും, ഇല്ലില്ല, ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാലേ അമ്മയുടെ വിഷമം കൂടത്തേ ഉള്ളൂ. എന്നാൽ കൺമണി കൃഷ്ണനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, സാർ, അമ്മ എന്നെ വിളിക്കുന്നത് എന്തുമാത്രം വിഷമിച്ചിട്ടായിരിക്കും വിളിക്കുന്നത്. സാറും സാറും തമ്മിലുള്ള തർക്കത്തില് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് മാഡം ആയിരിക്കും. എന്നാൽ കൃഷ് പറയും, ഞാനും അച്ഛനും തമ്മിലുള്ള തർക്കത്തിലെ ഏറ്റവും കൂടുതൽ വേദന മറ്റൊരാൾക്കാണുള്ളത്. അത് താൻ തന്നെയാ കൺമണി. അച്ഛന്റെ ആ തല്ല് ഞാൻ കൊള്ളുക തന്നെ വേണമായിരുന്നു. തല്ലാൻ കൈ പൊക്കിയപ്പോ തടയരുതായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അച്ഛന്റെ കൈ തടഞ്ഞത്. അതൊന്നും പാടില്ലായിരുന്നു എന്നും കൃഷി കുറ്റബോധത്തോടെ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അത് ചെയ്തത് അച്ഛൻ എന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടായിരുന്നെന്നും എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നെന്നും മാനസയോടുള്ള ദേഷ്യവും നിന്നോടുള്ള ഇഷ്ടവും പിന്നെ ശരി എന്റെ ഭാഗത്താണെന്നുള്ള ഒരു ബോധവും, അങ്ങനെയാണ് അച്ഛന്റെ തല്ല് ഞാൻ തടഞ്ഞു പോയത്. കൃഷി ഇങ്ങനെയെല്ലാം പറഞ്ഞ് വിഷമിച്ചു നിൽക്കുമ്പോൾ കൺമണി കൃഷ്ണനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൃഷി വിഷമത്തോടെ വീണ്ടും പറയും, എന്നാലും അച്ഛൻ എന്നെ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? എന്തുകൊണ്ട് എന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയില്ല? എനിക്ക് അലികയും വേണ്ട, MD സ്ഥാനവും വേണ്ട. എനിക്ക് നീ മാത്രം മതി, നിന്നെ മാത്രം മതി. എന്റെ ഇപ്പോഴത്തെ ആവേശം കൊണ്ടുമല്ല, ഞാൻ ആലോചിച്ച് തന്നെയാ പറയുന്നത്. എന്റെ ജീവിതവും എന്റെ ലോകവും ഒക്കെ നീ തന്നെയാ കൺമണി. ഞാനില്ലാതെ നിനക്ക് പറ്റുമെന്നറിയില്ല, പക്ഷെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. എന്റെ കൂടെ നീ ഉണ്ടെങ്കിൽ എനിക്ക് വീട് പോലും വേണ്ട, ആകാശത്തിന്റെ ആ മേൽക്കൂര മാത്രം മതി. നമുക്ക് എവിടെയും കഴിയാം. നിനക്ക് വേണ്ടിയാ കൺമണി ഇപ്പോഴുള്ള എന്റെ ജീവിതം, ഇനി അങ്ങോട്ടുള്ള ജീവിതവും എന്നെല്ലാം പറഞ്ഞ് കൃഷ് വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. ഇതേ സമയം കൺമണിയും പറയും കൃഷ്ണനോട്, കുഞ്ഞുനാളിൽ എന്റെ അമ്മ മരിച്ചപ്പോ മുതല് അവിടെ നിന്ന് ഇങ്ങോട്ട് വേദനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നൊന്നും അറിഞ്ഞില്ല ഇത്രയും സ്നേഹമുള്ള ഒരാള് എന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന്. അങ്ങനെയും പറഞ്ഞ് കൃഷ്ണനെ വാരി പുണരുകയാണ് കൺമണി. രണ്ടുപേരും അങ്ങനെ എല്ലാം മറന്ന് ഒന്നായി നിൽക്കുന്ന ആ ഒരു സമയത്താണ് കൃഷ്ണന് പിന്നെയും ഫോൺ കോൾ വരുന്നത്. സുജാത തന്നെയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് കൃഷ്ണനോട് കോൾ എടുക്കാൻ. പക്ഷെ കൃഷ്ണ എടുക്കുന്നില്ല. ഞാനിപ്പോ എടുത്തു കഴിഞ്ഞാൽ കരഞ്ഞു പോകുമെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഞാൻ മാഡത്തിനോട് സംസാരിക്കാം, ഫോൺ എന്റെ കയ്യിൽ തരാൻ പറഞ്ഞു കൺമണി കൃഷ്ണന്റെ ഫോൺ മേടിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും കോള് കട്ടായിട്ടുണ്ടായിരുന്നു. കൺമണി പിന്നെ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന കാണുമ്പോൾ കൃഷ് കൺമണിയെ തടയുന്നുണ്ട്. വേണ്ട കൺമണി, വരട്ടെ, എല്ലാം ഒന്ന് ശാന്തമാവട്ടെ, എന്നിട്ട് നമുക്ക് വിളിക്കാം. ഉടനെ കൺമണി സംശയത്തോട് ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടായിരിക്കോ മാഡം ഫോൺ കട്ട് ചെയ്തത്? ഏയ്, അതൊന്നും ആയിരിക്കില്ല, തനിയെ കട്ടായതാ. ഇനിയിപ്പോ മനഃപൂർവ്വം എന്നാലും ആണെന്നുണ്ടെങ്കിൽ ഞാനും വിട്ടുകൊടുക്കില്ല. നിന്നെ അംഗീകരിക്കാത്തവരെ ഞാനും അംഗീകരിക്കില്ല. അതാരായാലും ശരി. കൃഷിന്റെ വാശി കാണുന്ന കൺമണി അങ്ങനെയൊന്നും പറയല്ലേ എന്നും ഞാൻ കാരണം സാറിന്റെ കുടുംബത്തിലും ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്റെ കൺമണി, ഇനി നിന്റെ ജീവിതം എന്റെ ജീവിതം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ജീവിതം അത് മാത്രം. അവിടെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും രണ്ടുപേരും കാരണക്കാരാ. ഇനി ആകാശം ഇടിഞ്ഞു വീഴുമെന്നും ഭൂമി കുലുങ്ങുമെന്ന് പറഞ്ഞാലും ശരി, ഞാൻ നിന്നെ വിട്ട് മാറില്ല.
എന്നൊക്കെ പറയുമ്പോൾ കൺമണിക്കും കൃഷിന്റെ വാക്കുകൾ കേട്ട് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കൃഷി ചോദിക്കാതെ തന്നെ സർപ്രൈസ് ആയിക്കൊണ്ട് കൺമണി ഒരു മുത്തുതവ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി ആണെങ്കിലും ഡബിൾ ഹാപ്പി. കൺമണിയോട് പറയുന്നുണ്ട് ചോദിക്കാതെ തന്നെ ആദ്യമായിട്ട് ഒരു മുത്തുകവ് കിട്ടിയതെന്തായാലും കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കണമെന്നാണ് എന്റെ പ്രമാണം. ഇങ്ങനെയും പറഞ്ഞ് കൺമണി ഉമ്മ വയ്ക്കാൻ ചെല്ലുമ്പോഴേക്കും കൺമണിക്ക് നാണാവുന്നുണ്ട്. വേണ്ടാന്ന് പറഞ്ഞ് കൃഷ്ണനെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതിനിടയിൽ കൺമണിയുടെ കവളത്ത് കൃഷി ഉമ്മ വയ്ക്കുന്നു. എന്നിട്ട് പറയും ഇപ്പോഴാണ് ആ ഡ്രൈവിങ്ങിന്റെ ക്ഷീണം അങ്ങോട്ട് മാറി കിട്ടിയത്. ഇനിയുള്ള 60 കിലോമീറ്റർ ഓടേണ്ട ഇന്ധനം ഈ മുത്തുകവിൽ നിന്ന് കിട്ടി. ദേവ് സാറേ നന്ദി, ഞങ്ങളുടെ സ്വപ്നസുന്ദരമായ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞങ്ങളിതാ യാത്ര തുടങ്ങുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ ഒന്നും യാത്ര തുടരുന്നു. സുജാതയാണെങ്കിൽ കൃഷ്ണനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ കൃഷ്ണ അറ്റൻഡ് ചെയ്യുന്നില്ലല്ലോ. കൃഷ്ണനോട് സംസാരിക്കാൻ പറ്റാത്തതിൽ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സുജാതയുടെ അടുത്തേക്ക് ഹേമ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കൃഷ് കോൾ എടുത്തു എന്ന്. ഇല്ലെന്ന് പറയുമ്പോ അവൻ എടുക്കില്ല, അവനങ്ങ് മായാലോകത്തല്ലേ, ആ ഇണക്കുരുവിയുടെ കൂടെ പറന്നു കിടക്കുകയല്ലേ, പിന്നെ എങ്ങനെ ഫോൺ എടുക്കും? അവനിപ്പോ അച്ഛനെയും വേണ്ട അമ്മയും വേണ്ട, ആ പെണ്ണിനെ മാത്രം മതി. ഹേമയുടെ വാക്കുകളെല്ലാം കേട്ടിട്ട് സുജാതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ലെന്ന് പറയുന്നുണ്ട്. എന്റെ മോനെ അച്ഛനും അമ്മയും ഒക്കെ പ്രധാനപ്പെട്ടവർ തന്നെയാ എന്നും പറയുന്നത് കേട്ടിട്ട് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാ അത്രയ്ക്കും പ്രധാനപ്പെട്ട അവന്റെ അമ്മ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കാത്തത്? അത് പിന്നെ അവൻ എന്തെങ്കിലും തിരക്കുകൊണ്ടായിരിക്കും. അത് സത്യ, അവന് നല്ല തിരക്കായിരിക്കും. അടുത്തൊരു പെണ്ണിനെ കിട്ടിയല്ലോ, പിന്നെ എന്തിനാ ഈ അച്ഛനും അമ്മയും ഒക്കെ? സുജാതയ്ക്ക് ഒന്നും കൂടെ ദേഷ്യമാവുന്നുണ്ട്. ഹേമയെന്ന് വിളിക്കുന്നുണ്ട് തറപ്പിച്ച്. അപ്പൊ ഹേമ പറയും എന്നോട് കാണിക്കുന്ന ഈ ദേഷ്യവും അലറലൊക്കെ ആ കൺമണിയോട് നിങ്ങൾ കാണിക്കും. എവിടെയാണോ തെറ്റ് ചെയ്യുന്ന മക്കളെ അച്ഛനന്മാര് ന്യായീകരിക്കുന്നത് അവിടെ കുഴപ്പങ്ങളുണ്ടാവും. ഇതൊക്കെ കേട്ടുകൊണ്ട് വരുന്ന ആന്റിയമ്മയാകട്ടെ ഹേമയോട് പറയുന്നുണ്ട് ഒന്ന് പതുക്കെ പറ, മാനസം എറിയുന്നുണ്ട്, അവൾ ആകെ വിഷമിച്ച് കിടക്കുക. ഇനി ഇതൊക്കെ കേട്ടിട്ട് അവൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഹേമേ, സുജാത നേരത്തെ ഒരു വാക്ക് തന്നു കൃഷ്ണ മാനസയെ വിവാഹം കഴിക്കുമെന്ന്. അതങ്ങനെ തന്നെ സംഭവിക്കും. സുജാതയും അത് കേട്ടുകൊണ്ട് പറയുന്നുണ്ട് അതെ, അതിപ്പോ എന്റെ ഒരു വാശിയും കൂടെ. കൃഷ്ണുമായിട്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പെണ്ണിനെ തന്നെ അവൻ വിവാഹം കഴിച്ചിരിക്കും. മാനസ തന്നെ ആയിരിക്കും ഞങ്ങളുടെ മരുമകള് എന്നും വാശിക്ക് അങ്ങനെ പറയുകയാണ്. സാഗറാണെങ്കിൽ ദേവ്ജിയോട് ചൂടാവുന്നുണ്ട്. കൺമണിക്കും കൃഷ്ണനും വളം വെച്ചു കൊടുത്തത് ദേവ്ജി കൂടിയാണെന്നും ശാസിക്കേണ്ടടുത്ത് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ദേവ്ജി ചെയ്തതെന്നും ഞാനിവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ അവൻ ഓഫീസ് കാര്യങ്ങളിലായിരുന്നു കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. പക്ഷെ അവനെ സംബന്ധിച്ച് ഞാനില്ലാത്ത സമയം അവന് വെക്കേഷൻ പോലെയായിരുന്നു. തോന്നിയ പോലെ കൂത്തായിട്ട് നടക്കുകയായിരുന്നു. എല്ലാത്തിനും ദേവ്ജിയുടെ ഒരു നോട്ടം ഉണ്ടാകുമെന്ന് കരുതിയ ഞാൻ മണ്ടനായി. കല്യാണ നിശ്ചയം കഴിഞ്ഞ ആളാണ് കൃഷ്. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് വീട്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യുക. അവനാണെങ്കിലും കൺമണിയുടെ കഥ കറങ്ങി നടക്കുന്നു. അവന്റെ പ്രായത്തിലുള്ള ഒരു ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് വിട്ടാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ദേവ്ജിക്ക് അറിയാവുന്നതല്ലേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് മാറിത്തരാം. അവൻ ചെയർമാൻ ആയിക്കോട്ടെ. ഒരു MD-യും കൂടെ കണ്ടെത്തി നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് അലികയെ കൊണ്ടുപോയാൽ മതി. ഇത്രയും കാലം നല്ല പേരോടെയാണ് ഇത് കൊണ്ടുപോയത്. അത് താഴോട്ട് പോകുന്നത് കാണാൻ എനിക്ക് വയ്യ. ഞാനിത് വിടാം. അവൻ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. സാഗറിന്റെ ദേഷ്യത്തോടെയുള്ള ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ദേവ്ജി ചോദിക്കുന്നുണ്ട് സാഗറിന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞോന്ന്. എനിക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലയോന്ന് ഇനി ദേവ്ജി അറിയണ്ട. ദേവ്ജിക്ക് പറയാനുള്ളത് പറഞ്ഞോ. അപ്പൊ ദേവ്ജി പറയും കൺമണിയും കൃഷും പൊന്നുമേട്ടിലേക്ക് പോയതേ അലികയ്ക്ക് വേണ്ടിയാ. സാഗർ പറഞ്ഞതുപോലെ അലികയെ താഴ്ത്താനല്ല, ആകാശത്തോളം ഉയർത്താനാ. അതെന്താണെന്നുള്ളത് സാഗർ വൈകാതെ തന്നെ അറിയും. സാഗർ തന്നെ എന്നെ വിളിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്യും. പിന്നെ ഞാൻ വളം വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അത് 100% സത്യമാ. അത് പക്ഷെ അവര് നല്ല രീതിയിൽ വരാൻ വേണ്ടിയാ. അതിന് ഞാനൊരു വളമാകാൻ തീരുമാനിച്ചു. പിന്നെ അവര് രണ്ടുപേരും പ്രായപൂർത്തിയായ പിള്ളേരാ. അവർക്ക് ഒരുമിച്ച് എവിടെ വേണമെങ്കിലും താമസിക്കാം. നിയമം അങ്ങനെയാ. പക്ഷെ സാഗറെ, കൃഷ്ണന്റെ കൂടെ ഉള്ളത് കൺമണിയാ. ജീവിതാനുഭവങ്ങളും കാഴ്ചപ്പാടുകളും തിരിച്ചറിവുകളും ഒക്കെ പെൺകുട്ടിയാണ് അവള്. 5 ലക്ഷത്തിന്റെ അവാർഡ് അന്ന് അലിക കൊടുത്തപ്പോ സ്വീകരിക്കാത്തവളാണ് അവള്. അന്ന് ആശുപത്രിയിൽ ചെന്ന് സാഗർ ലക്ഷങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞിട്ടും അവളത് സ്വീകരിക്കാൻ തയ്യാറായില്ല. വായിന് വെള്ളിക്കരണ്ടി ആയിട്ടൊന്നും അല്ല അവള് ജനിച്ചത്. പൂക്കൾ വിരിച്ച വഴിയിൽ കൂടെ അല്ല അവള് നടന്നത്. മുള്ളിൽ ചവിട്ടി തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾക്കറിയാം ഒരാളെ എങ്ങനെ നിർത്തണമെന്ന്, എവിടെ നിർത്തണമെന്ന്. മാഹിയാണെങ്കിലും കൺമണിയെ കുറിച്ച് പറയുന്നുണ്ട്. കൺമണി നല്ല പക്വതയുള്ള കുട്ടിയാണ് സാറെന്നും. എന്നാൽ സാഗറിന് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സാഗർ വീണ്ടും ചൂടാവുകയാണ്. എന്നിട്ട് ആ പക്വതയുള്ള കുട്ടി എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല കൃഷ്ണന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണെന്ന്. അവളെപ്പോലെ ഒരു പെണ്ണ് തന്നെയാണ് മാനസയും. കൃഷി എടുത്തുചാട്ടം കാണിച്ചാലും കൺമണി വേണമായിരുന്നു അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. എന്നാൽ കൃഷി എന്ത് എടുത്തുചാട്ടമാണ് കാണിച്ചതെന്ന് സാഗറിനോട് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട് ദേവ്ജി. അത് കൃഷി മാനസയെ വിവാഹം ചെയ്യാൻ പോവല്ലേ എന്ന് സാഗർ പറഞ്ഞപ്പോ ആര് പറഞ്ഞു? അതിനെ ആരാ പറയേണ്ടതെന്ന് ചോദിക്കുന്ന സാഗറിനോട്
അത് കൃഷ് വേണം പറയാൻ. കൃഷ് ആരെയാണ് വിവാഹം ചെയ്യേണ്ടതെന്ന് പറയേണ്ടത് കൃഷ് തന്നെയാണ്. കൺമണിക്ക് ആരെ വേണമെന്ന് കൺമണിയും. കൃഷിന് കൺമണിയാണ് ആഗ്രഹമെങ്കിൽ ബാക്കി ആരും അതിൽ ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല. സാഗർ അപ്പോഴും വാശിയിൽ തന്നെയാണ്. ദേവ്ജിയോട് പറയുന്നുണ്ട്, ദേവ്ജി, ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃഷിന്റെയും മാനസയുടെയും വിവാഹം. മാനസയുടെ കുടുംബത്തോട് ഞങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ചുമ്മാ അതിങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ബന്ധമല്ല. അതേസമയം ദേവ്ജി പറയുന്നുണ്ട്, മാനസയുടെ കുടുംബത്തോട് സാഗറിന് കമ്മിറ്റ്മെന്റ്സ് കാണും, പക്ഷേ കൃഷിന്റെ കമ്മിറ്റ്മെന്റ്സ് കൺമണിയോടാണെങ്കിലും സാഗറെ വളരെ ആലോചിച്ച് വേണം ഒരു തീരുമാനമെടുക്കാൻ. എന്നെ കുറ്റപ്പെടുത്തി പറയുന്നതൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം സാഗർ ഒരു അച്ഛനാണ്. ഒരച്ഛന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, സാഗർ എന്ന് പറഞ്ഞതൊക്കെ നാളെ മാറ്റി പറയും, അത് ഉറപ്പാ. പിന്നെ അവരെവിടെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അവിടെ പോവുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ അവരെന്തിനു പോയി എന്നുകൂടെ അറിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതിനുശേഷം അമ്മായിമാരെയാണ് കാണിക്കുന്നത്. ഭാമ ചോദിക്കുന്നുണ്ട്, കൺമണി പൊന്നുമേട്ടിലേക്കാണ് പോയിരിക്കുന്നത് പറയുന്നത് സത്യമായിരിക്കുമെന്ന്. സത്യമായാലും ശരി കള്ളമായാലും ശരി എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ വന്നിരിക്കണം, ഇല്ലെങ്കിലേ ഈ വീട് ആ സൈക്കോ അങ്ങോട്ട് കൊണ്ടുപോകും എന്നിങ്ങനെ സുലോചനയും പറയുന്നുണ്ട്. അത് നേരാ, വീടിനകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്നതേ ഒരു രാജവെമ്പാലയാ. കടി ആൾക്ക് കൊണ്ടുവന്ന് കണ്ടറിയാം. എത്രയും പെട്ടെന്ന് അവനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ നമുക്കത് പണിയാവുമെന്ന് പറയുന്നുണ്ട് ശാന്തയും. ഇതേ സമയത്താണ് വരുൺ അമ്മായിമാരെയെന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. എന്നെ ഓടിക്കുന്ന കാര്യമായിരിക്കും നിങ്ങൾ 3 പേരും കൂടെ ചർച്ച ചെയ്യുന്നത് അല്ലേ? അത് നടക്കത്തില്ല അമ്മായിമാരെ. ഞാനേ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നത്. ഒന്നുകിൽ പാറ അല്ലെങ്കിൽ വെള്ളം, രണ്ടിലൊന്ന് തെളിയണം. ഇന്ന് നിങ്ങൾ എന്റെ കൈ പിടിച്ചു വിളിച്ച് പുറത്താക്കാൻ നോക്കി. ഞാനത് പോലീസിൽ അറിയിച്ചിരുന്നെങ്കിലേ നിങ്ങളുടെ ഇന്നത്തെ അത്താഴം വനിതാ ജയിലിലാകുമായിരുന്നു. പിന്നെ പ്രായമായ അമ്മായിമാരല്ലേ, ഈ വീട്ടിൽ കുറെ കാലമായിട്ട് താമസിക്കുന്നവരല്ലേ, ഇനി ഞാനായിട്ട് അവരെ ജയിലിൽ കയറ്റണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ടാ ഞാൻ അതങ്ങോട്ട് കണ്ണടച്ചത്. പക്ഷെ ഇനി ആളാവാൻ വന്നാലുണ്ടല്ലോ, ഞാൻ ആരാണെന്നുള്ള വിവരം അറിയിക്കുമെന്നും പറയുമ്പോ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളെ വരട്ടെ, നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട് സുലോചന. അതേസമയം വരുൺ തിരിച്ചു ചോദിക്കുന്നുണ്ട്, കൺമണി നിങ്ങളെ സഹായിക്കുമെന്ന് കരുതിക്കൊണ്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അവളെ ആള് വില്ലത്തിയ. നിങ്ങൾ അവളെ വലിയ നായികയാക്കിയിട്ട് തലയിൽ കയറ്റി വെച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അവള് പക്ക വില്ലത്തിയ. നിങ്ങളൊക്കെ പാവങ്ങളാ. ഒരു വശത്ത് ആ ധനലക്ഷ്മി, മറുവശത്ത് കൺമണി. ഈ 2 കുഴപ്പക്കാർക്കിടയിലാണ് നിങ്ങൾ. ആരുടെ കൂടെ നിൽക്കണമെന്ന് പോലും അറിയാൻ വയ്യ. അതുകൊണ്ട് അമ്മായിമാരെ, നിങ്ങൾ എന്റെ കൂടെ നിൽക്ക്. കൺമണിയെ എത്രയൊക്കെ ചാടിയാലും കൃഷ് അവളെ കെട്ടാൻ പോകുന്നില്ല. മാനസിയും കൃഷിന്റെ വീട്ടുകാരും അവരെ തമ്മിൽ കെട്ടിക്കാൻ പോകുന്നില്ല. ഞാൻ തന്നെയാ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അമ്മായിമാരെ നോക്കിക്കോ, നിങ്ങൾ എന്നെ സഹായിച്ച് എന്റെ കൂടെ നിന്നാ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഗുണം ഉണ്ടാവും. ആ കൺമണിയെ ഏതെങ്കിലും വിധത്തില് നിങ്ങൾ എനിക്ക് കെട്ടിച്ചതാ. സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത നേട്ടങ്ങള് നിങ്ങൾക്ക് കിട്ടും. അമ്മായിമാർക്ക് ഇതൊന്നും കേട്ടിട്ടും വലിയ താല്പര്യമില്ല. അപ്പോഴാണ് വരുൺ പറയുന്നത്, ഇനി ഒരു കാര്യം കൂടെ, കൺമണിയെ സംബന്ധിച്ച് ഒരു വജ്രായുധം കൂടെ എന്റെ കയ്യിലുണ്ട്. പക്ഷെ അത് പുറത്തെടുത്ത് പ്രയോഗിച്ചാലുണ്ടല്ലോ, നിങ്ങളുടെ പുന്നാര ആങ്ങളയുണ്ടല്ലോ, അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അയാൾ അപ്പൊ തന്നെ വീഴും. അത് കേട്ട് അമ്മായിമാരാണെങ്കിലും അതെന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട്. വജ്രായുധം എന്നൊക്കെ പറഞ്ഞ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വരുണിനോട് ചോദിക്കുമ്പോ വരുൺ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വജ്രായുധം എന്ന് വെച്ചാൽ വജ്രായുധം, അതെപ്പോഴെങ്കിലും ആവനാഴിയിൽ നിന്ന് എടുക്കുമ്പോ കണ്ടാ മതി. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കൺമണിയെ എനിക്ക് കെട്ടിച്ചു തന്നാൽ നിങ്ങളൊക്കെ പിന്നെ വേറെ ലെവല. ഇതേ സമയത്താണ് ധനലക്ഷ്മി വരുണിനുള്ള ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരുന്നത്. വരുണിനോട് സ്നേഹത്തോടെ, ആഹാ വരുൺമോൻ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നല്ലേ, ദേ നോക്കുമോനെ ഇവരോടൊന്നും കമ്പനി കൂടിയേക്കല്ലേ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും വരുൺ ദേഷ്യപ്പെടുന്നുണ്ട് ധനലക്ഷ്മിയോട്. ഞാൻ ആരോടൊക്കെ കമ്പനി കൂടണ്ടെന്നൊക്കെ നിങ്ങൾ വേണ്ട എനിക്ക് പറഞ്ഞുതരാൻ, അത് ഞാൻ തീരുമാനിച്ചോളാം. ധനലക്ഷ്മിക്കാണെങ്കിലും വരുണിന്റെ ഈ പെരുമാറ്റം കണ്ടിട്ട് ദേഷ്യമാവുന്നുണ്ട്. വേണമെങ്കിൽ ഈ ജ്യൂസ് കുടിക്കാൻ പറയുമ്പോ ഈ പ്ലാസ്റ്റർ ഇട്ട കൈ കൊണ്ട് ഞാൻ എങ്ങനെ വാങ്ങി കുടിക്കാനാന്ന് ചോദിക്കുന്നുണ്ട് വരുൺ. തനിയെ കുടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയുമ്പോ ഞാൻ നിന്റെ ജോലിക്കാരിയൊന്നും അല്ലെന്ന് പറയുന്ന ധനലക്ഷ്മിയോട്, നിങ്ങൾ എന്റെ ജോലിക്കാരിയല്ലെന്ന് എനിക്കും അറിയാം. ജോലിക്കാരിയായിരുന്നെങ്കിൽ ഞാൻ എന്നെ പിരിച്ചു വിട്ടാനെ, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പുറത്താക്കിയാനെ. അതുകൊണ്ട് മര്യാദയ്ക്ക് ജ്യൂസ് കിട്ടാൻ പറയുമ്പോ ധനലക്ഷ്മി തന്നെ അവസാനം ഗത്യന്തരമില്ലാതെ വരുണിയെ ആ ജ്യൂസ് കുടിപ്പിക്കുന്നുണ്ട്. ധനലക്ഷ്മിയുടെ അവസ്ഥ കണ്ടിട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് അമ്മായിമാരും. എന്നിട്ട് അവര് മാറി നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അല്ല, ഇവൻ കൺമണിക്കെതിരെ എന്തോ വജ്രായുധം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന് എന്തായിരിക്കും? കൺമണിയെയും കൃഷ്ണനെയും ഇനി വല്ല ആയുധവും വെച്ച് കൊല്ലാനായിരിക്കോ എന്നൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട്. മാനസയാണെങ്കിൽ ഇവിടെ കലിപ്പോടെ വന്നിട്ട് ആന്റിയമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്ത് ധൈര്യത്തിലാണ് അവൻ കൺമണിയും കൂട്ടി വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നത്? ലോകത്ത് എവിടെയെങ്കിലും ഇതൊക്കെ നടക്കുമോ? അതും ഒരു ഒളിവും മറയും ഇല്ലാതെ പരസ്യമായിട്ട്. നീ ഒരു ചുക്കും ചെയ്യില്ലെന്ന് വെല്ലുവിളിക്കുന്നത് പോലെയല്ലേ അവന്റെ പെരുമാറ്റം. അല്ല, ഞാനിപ്പോ ആരായി? ഞാനല്ല, നമ്മളിപ്പോ ആരായി?
ഒരു കടുകുമണിയുടെ വില തരുന്നുണ്ടോ അവൻ നമുക്ക്? എന്റെ അച്ഛനും അമ്മയും ഇത്തിരി മര്യാദക്കാരും പാവങ്ങളും ആയതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെ കാണിക്കുന്നത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും അടിച്ച് പല്ലും ഒഴിക്കുമായിരുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആന്റിയമ്മയാണെങ്കിൽ മാനസയോടൊന്ന് സമാധാനിക്കാനും അവനൊന്നിങ്ങോട്ട് വന്നോട്ടെ എന്നും പറയുമ്പോ അവൻ ഇങ്ങോട്ട് വരാത്തതിനല്ല, അവൻ അങ്ങോട്ട് പോയതിലാണ് എന്റെ വിഷമം എന്ന് പറയുന്നുണ്ട് മാനസ. ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചു വണ്ടി എടുത്ത് അവരുടെ പുറകെ വിട്ടാലോ എന്ന്. എന്തായാലും എനിക്കും ഉണ്ട് വാശി. അവൻ ചാർത്തി തന്ന ഈ റിംഗ് ഉണ്ടല്ലോ, അത് നീ എന്റെ വിരലിന് വേണ്ടെന്നും പറഞ്ഞ് മാനസ അത് ഊരി കളയാൻ നോക്കുന്നതും ആന്റിയമ്മയ്ക്ക് അത് കണ്ടിട്ട് പേടിയാവുന്നുണ്ട്. നീ അത് കയ്യിലേക്ക് തന്നെ ഇടാൻ പറയുന്നുണ്ട്. ആന്റിയമ്മ തന്നെ മാനസിക അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, നീ ഒന്ന് അടങ്ങുന്നോളെ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. എന്നാൽ മനസ്സ് പറയും, എനിക്ക് വിഷമമൊന്നുമില്ല, ദേഷ്യമാ, പകയാ നമ്മളെ ഇട്ട് കളിപ്പിക്കുന്നതില്. ആ ഓഫീസിലെ പരട്ടക്കിളവൻ ദേവ് സാറാണ് ഒക്കെ ഇളക്കി വിടുന്നത്. അയാളെ ചോദ്യം ചെയ്യാൻ പോയ സാഗരങ്ങളുടെ വിവരം ഇല്ലല്ലോ. എല്ലാവരും അവരുടെ കൂടെ തന്നെയാ. പിന്നെ ആന്റിയമ്മ കൃഷ്ണൻ കൺമണിയും ഒരുമിച്ച് ഒരേ റൂമിൽ തന്നെയായിരിക്കോ കഴിയുന്നുണ്ടാവുക? അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്ന് ആന്റിയമ്മ പറയുന്നുണ്ടെങ്കിലും എന്നാ ആര് പറഞ്ഞു? കൺമണി ആരാ മോള്? ആന്റിയമ്മ നോക്കിക്കോ, കൃഷ്ണനെ വശീകരിച്ച് വശത്താക്കാൻ വേണ്ടിയാ അവള് കൊണ്ടുപോയിരിക്കുന്നത് എന്നും കലിപ്പോടെ പറയുന്നുണ്ട് കേട്ടോ മാനസ.